നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിന്റെ മൂക്കിന്റെ എല്ലല്ലേ പൊട്ടിയിട്ടുള്ളൂ, ഇനിയും വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ ഇതിലും വലുതായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് EP ജയരാജൻ രംഗത്തേക്ക് വന്നിരുന്നു. എന്നാൽ ഈ ഒരു പ്രസ്താവന നടത്തിയതിനു ശേഷം EP ജയരാജൻ എയറിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും ഷാഫി പറമ്പിലിന്റെയും സൈബർ ഗ്രൂപ്പുകൾ എടുത്തിട്ട് കുടയുകയാണ് EP ജയരാജനെ. ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു സൈബർ പേജിൽ വന്ന ഒരു ട്രോള് അത് വലിയ രീതിയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. EP ജയരാജനെ കുടഞ്ഞെറിയുന്നതാണ് ഈ പോസ്റ്റ്. ആ പോസ്റ്റിൽ ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട്, ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട്. ആ ചിത്രത്തിലുള്ളത് ഒരു തലയോട്ടി കാണിക്കുന്നു. ആ തലയോട്ടിക്കുള്ളിൽ ഒരു വെടിയുണ്ട ഇരിക്കുന്നതായിട്ടാണ് ചിത്രം. അതിന്റെ തൊട്ടു താഴെയായിട്ടുള്ള ചിത്രം EP ജയരാജന്റെ തല ഒരാൾ പരിശോധിക്കുന്നതാണ്. ഇതിന്റെ താഴെയുള്ള കുറിപ്പാണ് അതിനേക്കാൾ ട്രോളായി മാറിയിരിക്കുന്നത്. അതിങ്ങനെയാണ്: സഖാവ് EP ജയരാജന്റെ മെഡിക്കൽ റിപ്പോർട്ട് പുറത്ത്. ഒരു വെടിയുണ്ട തലച്ചോറിനകത്ത് കിടന്നിട്ടും ഇങ്ങേർക്ക് ഒരു കുഴപ്പവുമില്ലെന്ന്. അദ്ദേഹത്തിന് തലച്ചോറ് ഇല്ലാത്തത് കൊണ്ടാണോ അതോ വേണ്ട സ്ഥലത്ത് ഉണ്ട ഇല്ലാത്തത് കൊണ്ടാണോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് എന്ന് ശാസ്ത്ര ലോകത്തിന് പോലും ഇനിയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയായിരുന്നു കുറിപ്പ്. ഈ കുറിപ്പ് വലിയ രീതിയിലാണ് കോൺഗ്രസിന്റെയും UDFന്റെയും സൈബർ ഗ്രൂപ്പുകൾ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ജയരാജനെ കളിയാക്കിക്കൊണ്ട് ഇപ്പോൾ കമന്റുകൾ പങ്കുവയ്ക്കുന്നത്. അതിലെ കമന്റുകൾ കൂടി കാണുന്നതോടെ അന്തം കമ്മികൾക്ക് കുരുപൊട്ടും. കാരണം EP ജയരാജനെ വറുത്തെടുക്കുകയാണ് ഈ കമന്റുകൾ. അതിലെ കമന്റുകൾ കൂടി ഒന്ന് നോക്കാം. ജയരാജേട്ടൻ പാവാട. BJPക്കാര് പേടിപ്പിച്ചാൽ അങ്ങോട്ട് ചായും, പിണറായി വിളിച്ച് വിരട്ടിയാൽ ഇങ്ങോട്ട് ചായും. എന്റെ പൊന്ന് ജയരാജ, ആദ്യം താൻ തന്റെ മണ്ടയിലുള്ള ആ വെടിയുണ്ട എടുത്തു മാറ്റ്. തലച്ചോറിൽ വെടിയുണ്ടയുമായി ജീവിച്ചാൽ ഇങ്ങനെ വിവരക്കേടുകൾ മാത്രമേ പറയാൻ പറ്റൂ. എന്നാലും നിങ്ങളൊരു സംഭവം തന്നെയാണ് ജയരാജേട്ട. തലച്ചോറിനുള്ളിൽ വെടിയുണ്ടയുമായി 30 വർഷം ജീവിച്ചു, നിങ്ങളെ സമ്മതിക്കണം. ഇങ്ങനെയായിരുന്നു ഒരാളുടെ കമന്റ്. അത് വെടിയുണ്ടയല്ല, എക്സ്റേ എടുക്കുമ്പോൾ ബീഡി ചെവിയിൽ നിന്നും എടുക്കാൻ വിട്ടുപോയതാണെന്ന് കരക്കമ്പി കേൾക്കുന്നുണ്ട്. മുകളിലുള്ള ഫോട്ടോയിൽ കാണുന്ന വ്യക്തി ഹോമോ സാപ്പിയൻസിൽ ഉൾപ്പെട്ടതായി തോന്നുന്നില്ല. മണ്ടയ്ക്ക് കിളിമാഞ്ചാരോ, അതായത് ഇടയ്ക്ക് കിളി പാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തലച്ചോറിലെ ഒരു സുനയുണ്ടല്ലോ, ആ ഒരു സാധനം പ്രത്യേക സ്ഥലത്ത് തുളച്ചു കയറി ഇരിക്കുന്ന വെടിയുണ്ട. ഇതുകൊണ്ട് ഇയാൾക്ക് കിളി പാറില്ല. സ്വയം വിഡ്ഢിയാകുന്നത് അറിയാനുള്ള ശേഷിയും ഇതോടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞത് ഇയാൾ പോലും അറിയുന്നില്ല. ഈ ഹതഭാഗ്യവാനോട് പൊറുക്കണമേ നാഥ. തലയ്ക്കകത്ത് ഒന്നുമില്ല, ആ ഉണ്ടെങ്കിലും അവിടെ ഇരിക്കട്ടെ, എടുത്തു കളയണ്ട. തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് പറയാമല്ലോ. സ്വന്തം പാർട്ടിക്ക് പോലും വേണ്ട, പിന്നെ ജീവിച്ചിരിപ്പുണ്ട് എന്നറിയിക്കാനായിട്ട് എന്തെങ്കിലും വന്ന് പറഞ്ഞു പോകുന്ന പാഴ്ജന്മം. ഉണ്ട വിഴുങ്ങി തിന്നെന്ന്. വേണ്ടി വന്നാൽ ഉണ്ടയ്ക്കകത്താണ് ശ്രീ ജയരാജന്റെ തലച്ചോർ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പ്രാപ്തമാണ് നമ്പർ 1 ആയ വീണ ജോർജിന്റെ ആരോഗ്യ വകുപ്പ്. വെറുതെ ഞങ്ങൾ അന്തം കമ്മികളെ വെല്ലുവിളിപ്പിക്കരുത്. ഇങ്ങേരല്ലേ ഡൽഹിയിൽ പോയത് BJPയിൽ ചേരാൻ. വീട്ടിൽ ഇന്നോവ വരുമെന്ന് പേടിച്ച് തിരികെ പോന്നതാണ്. എന്നിട്ടാണ് ബാക്കിയുള്ളവരെ വെല്ലുവിളിക്കാൻ നിൽക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ശിങ്കിടിയായി നടന്ന് മുഖ്യമന്ത്രിയുടെ തറ ഗുണ്ടയായി മാറിയ ആളാണ് EP ജയരാജൻ. അതുകൊണ്ട് ആർക്കു നേരെയും വെല്ലുവിളി വരും. പക്ഷേ കാര്യമാക്കണ്ട, മണ്ടത്തരം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്ന മനുഷ്യനാണ്. വിട്ടേക്ക്, പാവം. പാർട്ടിക്കാർ മുഴുവൻ അടിച്ചൊതുക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇടയ്ക്കിടെ ഞാൻ എന്നൊരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. അതിനാണിപ്പോൾ ഷാഫി പറമ്പിലിന്റെ നെഞ്ചത്തോട്ട് കയറാൻ വന്നത്. ഇവിടെ ഉണ്ട് എന്ന് തെളിയിക്കാനാണെങ്കിൽ EP ജയരാജൻ ശബരിമല വിഷയത്തിൽ 2 വാക്കൊന്ന് പറഞ്ഞിട്ട് പോയാൽ വളരെ ഉപകാരമായിരുന്നു എന്നൊക്കെ ഉള്ള തരത്തിലാണ് കമന്റുകളൊക്കെ വരുന്നത്. ഷാഫി പറമ്പിലിന് ഇനിയും ഇടി കിട്ടും എന്നുള്ള തരത്തിലായിരുന്നു EP ജയരാജന്റെ പ്രസ്താവന. അതുകൊണ്ട് തന്നെയാണ് ഷാഫിയുടെയും രാഹുലിന്റെയും ഒക്കെ സൈബർ ഗ്രൂപ്പുകൾ ഇറങ്ങി EP ജയരാജന് നേരെ തിരിഞ്ഞത്. അടുത്ത കാലത്തായിട്ട് EP ജയരാജന്റെ ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. ഒരു ആത്മകഥ എഴുതുന്ന തിരക്കിലായിരുന്നു അദ്ദേഹം. ആത്മകഥ തന്നെ വലിയ കോമഡി ആയിരുന്നു. അതിന്റെ പേരിൽ എന്തെല്ലാം പുകിലുകളാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടി EP ജയരാജൻ രംഗത്തേക്ക് വന്നതും ചില ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് വീണ്ടും CPMനെ എയറിലാക്കിയിട്ട് മടങ്ങിപ്പോയതും. മുഖ്യമന്ത്രിയുടെ മകനെ വെളുപ്പിക്കാൻ വേണ്ടി വന്നതായിരുന്നു EP ജയരാജൻ. അതായിരുന്നു EP ജയരാജനിൽ ഉള്ള ദൗത്യം. പിണറായി ഏൽപ്പിച്ചിട്ട് പോയ ദൗത്യം അതായിരുന്നു. എന്നാൽ അടപടലം കുളമാക്കി കൈ കൊടുത്തിട്ടുണ്ട്. EP ജയരാജൻ മുഖ്യമന്ത്രിയുടെ മകന് വേണ്ടി അങ്ങ് കരയുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ മകന്റെ കാര്യത്തിൽ EP ജയരാജന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ടാണ് വിവേക് കിരണിനെ അനാവശ്യമായി വേട്ടയാടുന്നത് എന്നായിരുന്നു ജയരാജന്റെ കരച്ചിൽ. നാട്ടിൽ നിന്നാൽ ആക്ഷേപം വരും എന്നുള്ളത് കൊണ്ടാണ് വിദേശത്ത് പോയത്. ED ആർക്ക് നോട്ടീസ് അയച്ചുവെന്നും ഇതിന് രേഖ വേണ്ടേ എന്നും EP ജയരാജൻ ചോദിച്ചു.
മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കാൻ കഴിയുന്നില്ല എന്നും അനാവശ്യമായി വേട്ടയാടുകയാണ്, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്നുമായിരുന്നു ജയരാജൻ ചോദിച്ചത്. ലാവ്ലിൻ കേസ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകന് 11 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പേരാമ്പ്ര സംഘർഷത്തിൽ കെ സി വേണുഗോപാലിനെയും ഇ പി ജയരാജൻ വിമർശിച്ചു. എന്ത് കണ്ടിട്ടാണ് കെ സി വേണുഗോപാൽ പോലീസുകാർക്കെതിരെ പറയുന്നത്? കുറിച്ചെടുത്ത പേരും പേപ്പറുമായി നടക്കാനേ കഴിയൂ. രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഒപ്പമല്ലേ നടക്കുന്നത്? കെ സി വേണുഗോപാൽ കുറച്ച് നിലവാരം പുലർത്തണ്ടേ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു. 6 മാസം കഴിഞ്ഞാൽ എന്തുലക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്? പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചില്ല. പേരാമ്പ്രയിൽ പല സ്ഥലത്തും റോഡിൽ വെച്ച് ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലത്തു നിന്നും കുപ്പിച്ചിൽ എല്ലാം ലഭിച്ചത്. കെ സി വേണുഗോപാൽ നിലവാരം പുലർത്തണമെന്ന് ഇ പി ജയരാജൻ ആവർത്തിച്ചു പറയുകയായിരുന്നു. പോലീസുകാരെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പോലീസുകാർ അവരുടെ കൃത്യനിർവഹണമാണ് നടത്തുന്നത്. 6 മാസം കഴിഞ്ഞാൽ കെ സി വേണുഗോപാൽ കോൺഗ്രസിൽ ഉണ്ടാകുമോ എന്ന് ആർക്കറിയാമെന്നും ഇ പി ജയരാജൻ പരിഹസിച്ചു. ഷാഫി പറമ്പിലിന് നേരെയും ഇ പി വിമർശനം ഉന്നയിച്ചപ്പോഴായിരുന്നു അതിരുവിട്ടുപോയ വിവാദം പുറത്തു വന്നത്. സൂക്ഷിച്ചു നടന്നാൽ മതിയെന്നും മൂക്കിന്റെ പാലമേ ഇപ്പോൾ പൊട്ടിയിട്ടുള്ളൂ എന്നുമായിരുന്നു ഇ പി ജയരാജൻ പറഞ്ഞത്. ഇവിടെ ഈ എം പി ഉണ്ടായത് നാടിന്റെ കഷ്ടകാലമാണെന്നും അഹംഭാവം ധിക്കാരമൊക്കെ കോൺഗ്രസ് ഓഫീസിൽ പോയി കാണിച്ചാൽ മതി എന്നും ഇ പി ജയരാജൻ പറഞ്ഞു. പോലീസിന് നേരെ ആക്രമണം നടത്തിയാൽ അവർ ക്ഷമിക്കുമോ? നാടൻ ബോംബും പോലീസിനെതിരെ എറിഞ്ഞുവെന്ന് ഇ പി ജയരാജൻ ആരോപിച്ചു. ബോംബെറിഞ്ഞിട്ടും സമാധാനമായ നിലപാടാണ് പോലീസ് സ്വീകരിച്ചത്. ക്രമസമാധാനം നിലനിർത്തിയതിനാണ് പോലീസിനെ കെ സി വേണുഗോപാൽ ഭീഷണിപ്പെടുത്തിയതെന്നും ഇ പി ജയരാജൻ കുറ്റപ്പെടുത്തി. അതുതന്നെ, പോലീസുകാർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആൾക്കാരൊക്കെയാണ് ഈ പറയുന്നത് എന്ന് ഓർക്കുമ്പോൾ ഒരു വലിയ കയ്യടി കൊടുക്കണം. പോലീസുകാരെ തെരുവിലിട്ട് തല്ലിയ കൂട്ടരൊക്കെയാണ് ഈ CPM-ലെ പല നേതാക്കളും. എന്നിട്ടാണ് ഇപ്പോൾ അവർ പോലീസിന്റെ പക്ഷം പിടിച്ച് സംസാരിക്കുന്നത്. എന്തായാലും ഇ പി ജയരാജൻ കുറെ നാളുകൾക്ക് ശേഷം ഒന്ന് രംഗത്തേക്ക് അണിയറയിലേക്ക് വന്നതാണ്. പക്ഷേ നല്ല ഒന്നാം തരം പണിയുമായിട്ടാണ് തിരിച്ചു പോകുന്നത്. ഇ പി ജയരാജന് നേരെ പച്ചത്തെറിവിളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.